ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയിൻ ഓഫ് ഇൻഫെക്ഷനിലെ ആദ്യത്തെ 3 ലിങ്ക് പഠിച്ചു. ഏതൊക്കെയായിരുന്നു? കോസേറ്റീവ് ഏജന്റ്, റിസർവോയർ ആൻഡ് പോർട്ടൽ ഓഫ് എക്സിറ്റ്. അപ്പോൾ നമ്മൾ പഠിച്ചു വന്നപ്പോൾ 3 ലിങ്കിൽ മൂന്നാമത്തെ ലിങ്കായ പോർട്ടൽ ഓഫ് എക്സിറ്റ്. അപ്പോൾ നമ്മളുടെ മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ പാത്തോജൻ പുറത്തോട്ട് എത്തി, റിസർവോയറിൽ നിന്ന് പുറത്തോട്ട് എത്തി. അതുവരെ നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് 4ാമത്തെ ലിങ്ക് മോഡ് ഓഫ് ട്രാൻസ്മിഷനാണ്. അതായത് പുറത്ത് വന്ന മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ ഈ പാത്തോജൻ അടുത്ത ആളിലോട്ട് എത്താൻ ഉപയോഗിക്കുന്ന വഴികൾ, മെത്തേഡ് ഓഫ് ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, അതെന്താണെന്ന് നമുക്ക് നോക്കാം. The fourth link is the mode of transmission or how a pathogenic organism is spread. അപ്പോൾ മോഡ് ഓഫ് ട്രാൻസ്മിഷന് വേറൊരു വാക്കിലൂടെ നമുക്ക് പറയാം എങ്ങനെയാണ് ഈ പാത്തോജൻ സ്പ്രെഡ് ആവുന്നത്. This can vary by the type of organism and by its route. ഇത് ഓരോ ഓർഗാനിസം അനുസരിച്ചും ഇത് വ്യത്യാസമായിരിക്കും. അല്ലെങ്കിൽ ഇത് ഏതൊക്കെ വഴികളിലൂടെയാണ് പോകുന്നത് എന്നുള്ളത്, ഏതൊക്കെ റൂട്ടിലൂടെയാണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് പല മെത്തേഡുകളുണ്ട്. അത് നമുക്ക് പഠിക്കാം. ഡയറക്റ്റ് കോണ്ടാക്ട്, ഒന്നാമത്തെ എന്താണ്? ഡയറക്റ്റ് കോണ്ടാക്ട്. ഡയറക്റ്റ് കോണ്ടാക്ട് occurs when microorganisms are transferred directly from one infected person to another. ഒരാളിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് വേറൊരാളിലോട്ട്, ഒരു ഇൻഫെക്ഷൻ ഉള്ള ഒരു പേഴ്സണിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് മറ്റൊരാളിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് എന്ത്? ഡയറക്റ്റ് കോണ്ടാക്ട്. അതെങ്ങനെയൊക്കെയാ? ഏതൊക്കെ റൂട്ട് വഴിയാ? ബ്ലഡ് ഓർ ബ്ലഡ് കണ്ടെയ്നിങ് ബോഡി ഫ്ലൂയിഡ്സ്, ബ്ലഡോ അല്ലെങ്കിൽ ബ്ലഡ് അടങ്ങിയ മറ്റു ബോഡി ഫ്ലൂയിഡോ വഴിയോ ഒരാളിൽ നിന്ന് മറ്റൊരാളിലോട്ട് ഡയറക്റ്റ് ആയിട്ട് ഈ മൈക്രോബ്സ്, ഈ പാത്തോജൻസ് ട്രാൻസ്മിറ്റ് ചെയ്യാം. അതിനെ നമ്മൾ വിളിക്കുന്നതാണ് എന്ത്? ഡയറക്റ്റ് കോണ്ടാക്ട്. Then indirect contact occurs through a contaminated object or a person, such as through inadequately cleaned or sterilized instruments, the hands of healthcare personnel or contaminated PPE. ഇനി ഇൻഡയറക്റ്റ് കോണ്ടാക്ട് വരാം. അതെങ്ങനെയൊക്കെയാണ്? നമ്മളുടെ സ്റ്റാഫ്, അതായത് അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഒരു പേഷ്യന്റിന്റെ അടുത്തുനിന്ന് വേറൊരു പേഷ്യന്റിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഹാൻഡ് ഹൈജീൻ കീപ്പ് ചെയ്തില്ലെങ്കിൽ ആദ്യത്തെ പേഷ്യന്റിൽ നിന്ന് മറ്റേ ആളിലോട്ട് എങ്ങനെ ഈ ഹെൽത്ത് കെയർ പേഴ്സണലിന്റെ കൈ വഴി അല്ലെങ്കിൽ ഹാൻഡ് വഴി മറ്റാളിലോട്ട് ഈ മൈക്രോബ് ട്രാൻസ്മിറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ പ്രോപ്പറായിട്ട് സ്റ്റെറിലൈസ് ചെയ്യുകയോ ക്ലീൻ ചെയ്യുകയോ ഡിസിൻഫെക്റ്റ് ചെയ്യുകയോ ചെയ്യാത്ത ഇൻസ്ട്രുമെന്റ്സ് വഴിയും ഒരു പേഷ്യന്റിന്റെ പാത്തോജൻ അടുത്ത പേഷ്യന്റിലോട്ട് എത്തിപ്പെടാം. അപ്പൊ ഡയറക്റ്റ് കോണ്ടാക്ട്, ഇൻഡയറക്റ്റ് കോണ്ടാക്ട്. Some infections transmit by contact include herpes simplex virus, staphylococcus aureus, respiratory syncytial virus and clostridium difficile. ഇങ്ങനത്തെ ചില ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്ന മൈക്രോബ്സിന്റെ പേരാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. ഏതൊക്കെയാണ്? HSV എന്താണ്? ഹെർപ്പിസ് സിംപ്ലെക്സ് വൈറസ്. ദെൻ സ്റ്റെഫൈലോകോക്കസ് ഓറിയസ്, ഇതൊക്കെ നമുക്ക് പരിചയമാണ്, പഴയ വീഡിയോയിൽ നമ്മൾ ഇതെല്ലാം പഠിച്ചിരുന്നു. ദെൻ റെസ്പിറേറ്ററി സിൻസീഷ്യൽ വൈറസ് ആൻഡ് ക്ലോസ്ട്രിഡിയം ഡിഫിസിലെ. അടുത്ത വേറൊരു മെത്തേഡാണ് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ. എന്താണത്? occurs when an infected person coughs, sneeze or talks during procedures such as endotracheal intubation or suctioning. എങ്ങനെയാണ് ഈ ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ വഴി വരുന്നത്? ഒന്നല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉള്ള പേഷ്യന്റ് ചുമക്കുകയോ തുമ്മുകയോ അല്ലെങ്കിൽ ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ഒരാള് ഒരു പ്രൊസീജിയർ നടത്തുമ്പോൾ, എന്ത് പ്രൊസീജിയർ നടക്കുമ്പോൾ? ET ട്യൂബ് ഇൻസേർഷൻ ചെയ്യുമ്പോൾ, ഇൻറ്റുബേറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സക്ഷൻ ചെയ്യുമ്പോഴോ ഒക്കെ എന്ത് സംഭവിക്കും? ഈ പറയുന്ന പോലെ ഈ ഡ്രോപ്ലെറ്റ്സ് വരികയും അത് അടുത്ത ആളിലോട്ട് ആ ഡ്രോപ്ലെറ്റ്സിലൂടെ ഈ പാത്തോജൻ അടുത്ത ആളിലോട്ട് എത്തുകയും ചെയ്യുന്നു. ഇൻഫെക്ഷ്യസ് ഡ്രോപ്ലെറ്റ്സ് ക്യാൻ ട്രാവൽ ഷോർട്ട് ഡിസ്റ്റൻസ് ടു ദ സസെപ്റ്റബിൾ പേഴ്സൺസ് മ്യൂക്കസ് മെംബ്രെയിൻസ് ഓഫ് ദ ഐസ്, നോസ് ആൻഡ് മൗത്ത്. അപ്പൊ ഈ ഡ്രോപ്ലെറ്റ്, ഈ ഇൻഫെക്ഷ്യസ് ഡ്രോപ്ലെറ്റ് എന്ന് പറഞ്ഞാൽ ഈ പാത്തോജൻ അടങ്ങിയ ഡ്രോപ്ലെറ്റ് ഒരു ഷോർട്ട് ഡിസ്റ്റൻസിൽ സഞ്ചരിക്കുക. അത് ചെറിയ ദൂരമൊക്കെ ഇത് സഞ്ചരിച്ചിട്ട് അവിടെ ഉള്ള ഒരു ഇൻഫെക്ഷൻ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു വ്യക്തിയുടെ നോസിലോ മൗത്തിലോ ഐയിലോ എത്തിപ്പെടുകയും ആ മനുഷ്യൻ പിന്നീട് അല്ലെങ്കിൽ ആ വ്യക്തി പിന്നീട് എന്തായി മാറുകയും ചെയ്യും? ഇൻഫെക്ഷൻ ഉള്ള ആളായിട്ട് മാറുകയും ചെയ്യും. ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ. ഓക്കെ, അപ്പം ഡയറക്റ്റ് കോണ്ടാക്ട്, ഇൻഡയറക്റ്റ് കോണ്ടാക്ട്, ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ.
ഇത്രയും നമ്മളിപ്പോൾ കണ്ടു. സം ഓഫ് ദ ഡിസീസ് സ്പ്രെഡ് ഇൻ ദിസ് മാനർ ഇൻക്ലൂഡ് ഇൻഫ്ലുവൻസ വൈറസ്, ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കസ്, അഡിനോ വൈറസ് ആൻഡ് സം ടൈപ്പ് ഓഫ് മെനിഞ്ചൈറ്റിസ്. ഇതാണ് എക്സാമ്പിൾസ്. ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ വഴിയുള്ള പകരുന്ന ചില അസുഖങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ദെൻ അടുത്ത ഒരു മെത്തേഡ് ഓഫ് ട്രാൻസ്മിഷൻ ആണ് എന്ത്? എയർബോൺ ട്രാൻസ്മിഷൻ. What is it? Occurs when very small droplet particles are dispersed in the air over long distance by air currents and then inhaled by susceptible individuals. ഇതിൽ എന്താ സംഭവിക്കുന്നത്? എയറിൽ ഈ ചെറിയ ഡ്രോപ്ലെറ്റ്സ് തങ്ങി നിന്നിട്ട് ഈ എയർ ഇങ്ങനെ സഞ്ചരിച്ച് നമ്മളുടെ ആ വായുവിൽ കൂടെ തന്നെ ഈ മൈക്രോ ഓർഗാനിസം ഈ ചെറിയ ഡ്രോപ്ലെറ്റിൽ ഇരിക്കുകയും അത് കുറേ ദൂരം സഞ്ചരിക്കുകയും എവിടെയെങ്കിലും ഇതുപോലെ ഒരു സസെപ്റ്റബിൾ ഹോസ്റ്റ്, വാട്ട് ഈസ് സസെപ്റ്റബിൾ ഹോസ്റ്റ്, അത് നമ്മൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. അതായത് റെസിസ്റ്റിവിറ്റി കുറഞ്ഞ ആൾക്കാർ, അപ്പം എന്ത് പറ്റും? ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആൾക്കാർ, അവർക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ ഉണ്ടാവും, അവർക്ക് പെട്ടെന്ന് ഈ പറയുന്ന മൈക്രോബ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഏതെങ്കിലും വ്യക്തി എന്ത് ചെയ്യും? ഈ പറയുന്ന ഡ്രോപ്ലെറ്റ് എയറിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ചെറിയ ഡ്രോപ്ലെറ്റ്സിലുള്ള പാത്തോജൻസിനെ ഇൻഹെയിൽ ചെയ്യുകയും ആ വ്യക്തിക്ക് ആ ഇൻഫെക്ഷൻ പിടിപെടുകയും ചെയ്യും. അതിനുള്ള എക്സാമ്പിൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ്, TB. Then spores of Aspergillus species and Varicella zoster virus, that means chicken pox വരുത്തുന്ന വൈറസ്. ഇതെല്ലാം ഏത് വഴിയാണ്? എയർബോൺ ട്രാൻസ്മിഷൻ വഴിയാണ് നമ്മൾക്ക് ഇൻഫെക്ഷൻ കിട്ടുന്നത്. അടുത്തത് കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ occurs when infectious agents are present in a vehicle such as food, blood or water. അതുപോലെ വേറെ അടുത്തൊരു മെത്തേഡാണ് കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ. കോമൺ വെഹിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ഫുഡിൽ അല്ലെങ്കിൽ ബ്ലഡിൽ വാട്ടർ. ഇതിനൊക്കെ ഉദാഹരണങ്ങളാണ്. എക്സാമ്പിൾ ഫുഡിൽ കൂടെ പോകുന്ന ഒരു മൈക്രോബ്സ് ആണ് സാൽമോണല്ല. ദെൻ ബ്ലഡ് വഴി നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ളതാണ് HIV, ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ദെൻ അടുത്തത് വാട്ടറിലൂടെ നമുക്ക് വെള്ളം നമ്മൾ കുടിക്കുന്നത് നല്ല വെള്ളം അല്ല എന്നുണ്ടെങ്കിൽ അതിൽ ഒരുപക്ഷെ സ്യൂഡോമോണസ് ഒക്കെ ഉണ്ടാവാം. അപ്പൊ നമുക്ക് ആ ഇൻഫെക്ഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അടുത്തൊരു മെത്തേഡ് ഓഫ് ട്രാൻസ്മിഷൻ, ഒരു മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഏതായിരുന്നു? കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ. ദെൻ അടുത്തത് വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ. വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ, അത് US ഹോസ്പിറ്റലുകളിലൊക്കെ സാധാരണഗതിയിൽ അത് റെയർ ആയിട്ടാണ് ഉണ്ടാവാറ്. നമ്മളുടെ ഇവിടെയാണെങ്കിലും പെസ്റ്റ് കൺട്രോൾ ആൾക്കാരൊക്കെ ഉണ്ട്, സ്റ്റാഫുകളുണ്ട്. അവരെ പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ടൂൾസ് എല്ലാം ഉപയോഗിക്കുകയും പെസ്റ്റിനെ കുറയ്ക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ വളരെ കുറവായിരിക്കും. ഏജന്റ്സ് ക്യാൻ ബി ക്യാരിഡ് ഓൺ ഇൻസെക്ട്സ് or by the bites of insects or arthropods. ഏജൻസ് എന്ന് പറയുന്നത് എന്താണ്? ഈ കോസേറ്റീവ് ഏജന്റ്, ഈ പാത്തോജൻസ് എങ്ങനെ വഴി? ഇൻസെക്റ്റ് വഴിയോ അല്ലെങ്കിൽ അവ കടിക്കുകയോ അല്ലെങ്കിൽ ആർത്രോപോഡ് മീൻസ് എന്താണ്? മോസ്കിറ്റോസ്, ഫ്ലൈസ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വഴി ഈ പാത്തോജൻസ് ഒരാളിൽ നിന്ന് ഒരാളിലോട്ട് എത്തിപ്പെടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് മോസ്കിറ്റോ വഴിയൊക്കെ, കൊതുക് വഴി പടരുന്ന ഇഷ്ടംപോലെ അസുഖങ്ങൾ നമുക്ക് ഫെമിലിയർ ആണ്. അപ്പൊ എങ്ങനെയെല്ലാമാണ് ഈ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ നമ്മളിപ്പോൾ കണ്ടത്? ഡയറക്റ്റ് കോണ്ടാക്ട്, ഇൻഡയറക്റ്റ് കോണ്ടാക്ട്, ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ, എയർബോൺ ട്രാൻസ്മിഷൻ, കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ and vector borne transmission. Pathogenic transmission can be interrupted. ഈ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ നമുക്ക് എങ്ങനെ തടസ്സപ്പെടുത്താം, ഇന്ററപ്റ്റ് ചെയ്യാം? ത്രൂ എന്തൊക്കെ വഴിയായിട്ടാണ്? 1 പ്രോപ്പർ ഹാൻഡ് ഹൈജീൻ, 2 ക്ലീനിങ് ആൻഡ് ഡീകണ്ടാമിനേഷൻ, 3 ഡിസ്ഇൻഫെക്ഷൻ ഓർ സ്റ്റെറിലൈസേഷൻ. ദെൻ സ്റ്റാൻഡേർഡ് ആൻഡ് ഐസൊലേഷൻ പ്രിക്കോഷൻ. സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻ നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നു. ദെൻ ആസ് വെൽ ആസ് പ്രോപ്പർ ഫുഡ് ഹാൻഡ്ലിംഗ്. കാരണം എന്താണ്? ഫുഡിലൂടെയും നമ്മൾ ഓൾറെഡി പഠിച്ചു. വെക്ടർ ബോൺ കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ ഒരു എക്സാമ്പിൾ വരുന്നത് ഫുഡിലൂടെ. അപ്പൊ ഫുഡ് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യുക, വാട്ടർ ട്രീറ്റ്മെന്റ് പ്രോപ്പറായിട്ട് നടത്തുക, ദെൻ പ്രോപ്പർ മെയിൻ്റനൻസ് ഓഫ് ഹീറ്റിംഗ് ആൻഡ് എയർ കണ്ടീഷനിങ് സിസ്റ്റം. അതായത് നമ്മളുടെ എയർ HVAC കറക്റ്റ് ചെയ്ത് വെക്കുക. അതായത് ഹീറ്റിംഗ് ആൻഡ് എയർ കണ്ടീഷൻ സിസ്റ്റം, AC ഒക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. ഇങ്ങനെയെല്ലാം പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന നാലാമത്തെ ലിങ്കിൽ വെച്ചും നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് നമുക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ബ്രേക്ക് ദ ചെയിൻ. ഓക്കെ, ഇനി 5ാമത്തെ ലിങ്ക് ആണ് ഏത്? പോർട്ടൽ ഓഫ് എൻട്രി. നമ്മൾ പോർട്ടൽ ഓഫ് എക്സിറ്റ് പഠിച്ചല്ലോ.
അതുപോലെ തന്നെ ഇത് അടുത്തത് ഇനി ആ ഹോസ്റ്റിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇപ്പൊ ഈ മൈക്രോബ്സ് പാത്തോജൻ ഒരു ഹോസ്റ്റിനെ ഐഡന്റിഫൈ ചെയ്താൽ അല്ലെങ്കിൽ ഒരു ഹോസ്റ്റിനകത്ത് കയറാനുള്ള വഴികൾ, ഇപ്പൊ ഒരു റിസർവോയറിൽ നിന്ന് പുറത്ത് ചാടാനുള്ള വഴികൾ നമ്മൾ പഠിച്ച അതേ വഴികൾ തന്നെയാണ് പോർട്ടൽ ഓഫ് എൻട്രി, വേറൊരാളിലോട്ട് കയറാനുള്ള എൻട്രി അയാളിലുള്ളത്. ഏതൊക്കെയാണത്? റെസ്പിറേറ്ററി ട്രാക്ട്, ജെനൈറ്റോ യൂറിനറി ട്രാക്ട്, ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്ട്, സ്കിൻ ഓർ മ്യൂക്കസ് മെംബ്രെയിൻ, ട്രാൻസ്പ്ലാസെന്റൽ. ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്. പോർട്ടൽ ഓഫ് എക്സിറ്റ് ആയിട്ട് തന്നെ പഠിച്ചതാണ്. അത് തന്നെയാണ് പോർട്ടൽ ഓഫ് എൻട്രി. ഇനി അത് കൂടാതെ ഒരു കാര്യവും കൂടെ ഉണ്ട്, ഒരു എൻട്രി പോയിന്റും കൂടെ ഉണ്ട്. ഏതാണത്? പാരൻട്രൽ. പാരൻട്രൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സംതിങ് ദാറ്റ് ഈസ് പുട്ട് ഇൻസൈഡ് ദ ബോഡി ബട്ട് നോട്ട് ബൈ സ്വാളോയിങ്. അതായത് നമ്മൾ സ്വാളോ ചെയ്തിട്ടല്ലാതെ എന്തെങ്കിലും നമ്മളുടെ ബോഡിയിലോട്ട് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുവാണെങ്കിൽ അതിനൊരു ഉദാഹരണമാണ് എന്ത്? ഒരു ഇഞ്ചക്ഷൻ എടുക്കുക. ഇതൊക്കെ അപ്പോൾ അങ്ങനെ അതുവഴി ഒരു ഇഞ്ചക്ഷൻ വഴിയൊക്കെ നമുക്ക് എന്ത് കിട്ടാം? ഈ പറയുന്ന പോലെ മൈക്രോബ്സ് നമ്മളുടെ ഉള്ളിലോട്ട് കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പോർട്ടൽ ഓഫ് എക്സിറ്റിന്റെ നമ്മൾ പഠിച്ച അതേ റൂട്ട് തന്നെയാണ് പോർട്ടൽ ഓഫ് എൻട്രിക്ക് ഉള്ളത്. പ്ലസ് നമ്മൾ ഇതിനകത്ത് എന്തും കൂടെ നോക്കുന്നു? പാരൻട്രൽ. ആ ഒരു റൂട്ടും കൂടെ നമ്മൾ പഠിക്കണം. ഇനി ഇതിനെ എങ്ങനെ നമുക്ക് ഇന്ററപ്റ്റ് ചെയ്യാം? എന്തൊക്കെ വഴികളാണ്? മെയിൻറ്റെയിൻ ക്ലീൻ ഓർ സ്റ്റെറൈൽ ടെക്നിക്സ് ഡ്യൂറിങ് പേഷ്യന്റ് കെയർ പ്രൊസീജിയേഴ്സ്. നമ്മൾക്കറിയാം അസെപ്റ്റിക് ടെക്നിക്ക് നമ്മൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക. ദെൻ ഹാൻഡ് ഹൈജീൻ പ്രോപ്പർ ആക്കുക. Then അടുത്തത് എന്താണ്? അതർ പ്രാക്ടീസസ് ഇൻവോൾവ് യൂസിങ് ഓൺലി പ്രോപ്പർലി ഡിസിൻഫെക്റ്റഡ് ഓർ സ്റ്റെറിലൈസ്ഡ് എക്യുപ്മെന്റ് ഫോർ ഇൻവാസീവ് പ്രൊസീജിയേഴ്സ്, സേഫ് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസിംഗ് ഓഫ് ഷാർപ്പ്. ഇതെല്ലാം നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കുകയാണ്. എല്ലാ ലിങ്കിലും നമ്മൾ കണ്ടു ഡിസിൻഫെക്ഷൻ ഓർ സ്റ്റെറിലൈസേഷൻ എന്നുള്ള വാക്ക്. സോ ഇൻഫെക്ഷൻ പ്രിവെൻഷനിൽ ബ്രേക്ക് ദ ചെയിനിൽ സ്റ്റെറിലൈസേഷന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് ഇത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ CSSDയുടെ റോള് എന്താണ്? വാട്ട് ഈസ് ദ നമ്പർ 1 റെസ്പോൺസിബിലിറ്റി? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചിരുന്നു. അടുത്ത റെസ്പോൺസിബിലിറ്റി ഓഫ് CSSD കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചിരുന്നു. ഇനി അടുത്ത 6ാമത്തെ ലിങ്കാണ് എന്ത്? സസെപ്റ്റബിൾ ഹോസ്റ്റ്. എന്താണ് സസെപ്റ്റബിൾ ഹോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി, ആ വ്യക്തിക്ക് ഇമ്മ്യൂണിറ്റി കുറവാണ് എങ്കിൽ ഒരു പാത്തോജൻ ആ പേഴ്സണിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വഴിയെല്ലാം സഞ്ചരിച്ച് നമ്മൾ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ കണ്ടു, പോർട്ടൽ ഓഫ് എൻട്രി കണ്ടു. അപ്പോൾ അതിലൂടെ പോർട്ടൽ ഓഫ് എൻട്രി വഴി ഈ പേഴ്സന്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പേഴ്സണ് ഇമ്മ്യൂണിറ്റി കുറവാകുമ്പോൾ ആ പേഴ്സണ് പെട്ടെന്ന് ഇൻഫെക്ഷൻ ഉണ്ടാവാം. ആ പേഴ്സണെ ഈ പറയുന്ന പാത്തോജൻ എന്ത് ചെയ്യും? ആ പേഴ്സണ് ടിഷ്യൂസിന് ഡാമേജ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഡിസീസ് ഉണ്ടാക്കാം, ഡിസീസ് ഉണ്ടാക്കാം, ആ പേഷ്യന്റിന് മരണം വരെ സംഭവിക്കാം. അപ്പം അങ്ങനെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ അല്ലെങ്കിൽ ഈ പാത്തോജൻസിനെ റെസിസ്റ്റ് ചെയ്യാൻ കപ്പാസിറ്റി കുറഞ്ഞ ആൾക്കാരെ വിളിക്കുന്നതാണ്, അതുമൂലം അസുഖം വരുന്ന ആൾക്കാരെ വിളിക്കുന്നതാണ് എന്ത്? സസെപ്റ്റബിൾ ഹോസ്റ്റ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. മോസ്റ്റ് ഓഫ് ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് വെദർ എ പേഴ്സൺ ഗെറ്റ്സ് ആൻ ഇൻഫെക്ഷൻ ആർ റിലേറ്റഡ് ടു ദ 6th and final link. Whether the individual is a susceptible host and lacks the ability to resist infection, some who are exposed to an infectious agent will become severely ill and die, while others never develop symptoms at all. അപ്പോൾ ഈ പറയുന്ന 5 ലിങ്കുകളും കഴിഞ്ഞ് 6ാമത്തെ ലിങ്കാണ് അടുത്ത വ്യക്തി എന്നുള്ളത്. ഫസ്റ്റ് കോസേറ്റീവ് ഏജന്റ്, ദെൻ റിസർവോയർ, ദെൻ പോർട്ടൽ ഓഫ് എക്സിറ്റ്, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, പോർട്ടൽ ഓഫ് എൻട്രി, ദെൻ സസെപ്റ്റബിൾ ഹോസ്റ്റ്. ഈ സസെപ്റ്റബിൾ ഹോസ്റ്റ് ആണ് എന്ത്? ഇത് ഇൻഫെക്ഷൻ ആവോ ഇല്ലയോ, ഈ പേഴ്സണിൽ ഇൻഫെക്ഷൻ ആവോ ഇല്ലയോ. ദെൻ ചിലരിൽ ഇൻഫെക്ഷൻ ആവാം, ചിലർ മരണം വരെ ചിലർക്ക് സംഭവിക്കാം, ചിലർക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കും. പ്രശ്നങ്ങൾ ഇല്ലാതെ വരുന്നത് ആർക്കാണ്? ഇമ്മ്യൂണിറ്റി കൂടുതലുള്ള ആൾക്കാർക്ക്, റെസിസ്റ്റിവിറ്റി കൂടുതലുള്ള ആൾക്കാർക്ക്. സം മേ പ്രോഗ്രസ് ഫ്രം കോളനൈസേഷൻ ടു സിംപ്റ്റോമാറ്റിക് ഡിസീസ് റൈറ്റ് ആഫ്റ്റർ എക്സ്പോഷർ ടു പാത്തോജൻ, വൈൽ അതേഴ്സ് വിൽ ബിക്കം ടെമ്പററി ഓർ ക്രോണിക്കലി കോളനൈസ്ഡ് ആൻഡ് നെവർ ഹാവ് സിംറ്റംസ്. അപ്പോൾ ചില ഹോസ്റ്റിൽ എന്ത് പറ്റും? കോളനൈസേഷൻ ഉണ്ടാവും. വാട്ട് ഈസ് കോളനൈസേഷൻ? ഒക്കേഴ്സ് വെൻ മൈക്രോ ഓർഗാനിസം ലീവ് on or in a host organism but do not invade tissues or cause damage. കോളനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയിൽ അത് ഈ മൈക്രോബ്സ് ജീവിക്കുകയും അത് അവിടെ ഒരു കോളനി ആയിട്ട് ഫോം ചെയ്യുകയും ചെയ്യും. മിക്കവാറും ഈ പറയുന്ന വ്യക്തിക്ക് ഒരുപക്ഷെ ഉപദ്രവം ഇല്ലാതെ ഇരിക്കാനും ചാൻസ് ഉണ്ട്. പക്ഷേ റെസിസ്റ്റിവിറ്റി കുറഞ്ഞ ഒരാളിലാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ പറയുന്ന വ്യക്തിക്ക് ഇൻഫെക്ഷൻ ആവുകയും ചെയ്യും, ആ വ്യക്തിക്ക് അസുഖം വരാം, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് മരണം വരെ സംഭവിക്കാൻ
സംഭവിക്കാനും ചാൻസ് ഉണ്ട്. Then whether or not an individual becomes susceptible to a microorganism can be influenced by various factors. അപ്പൊ എങ്ങനെയുള്ള വ്യക്തികൾക്കാണ് പെട്ടെന്ന് ഇൻഫെക്ഷൻ പിടിപെടാൻ ചാൻസ്? ഏജ്, വളരെ ചെറിയ പ്രായമുള്ളവർക്കും ഒത്തിരി ഏജ് ആയവർക്കും പെട്ടെന്ന് ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഏജ് ഒരു ഫാക്ടറാണ്. ദെൻ ഡിസീസ് ഹിസ്റ്ററി ഓർ അണ്ടർലൈങ് ഡിസീസ് സച്ച് ആസ് ക്യാൻസർ, ഡയബറ്റീസ് ഓർ ഹാർട്ട് ഡിസീസ്. ഈ പറയുന്ന ഡിസീസ് ഹിസ്റ്ററി ഉള്ളവർക്ക്, ക്യാൻസർ ഉള്ളവർക്കോ ഡയബറ്റിക് ആയിട്ടുള്ളവർക്കോ ഹാർട്ടിന് പ്രോബ്ലം ഉള്ളവർക്കോ ഒക്കെ ഇൻഫെക്ഷൻ പെട്ടെന്ന് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ അടുത്തത് മെഡിക്കേഷൻസ് ആൻഡ് ട്രീറ്റ്മെന്റ്സ് ദാറ്റ് ക്യാൻ കോംപ്രമൈസ് ഇമ്മ്യൂൺ സിസ്റ്റംസ് ഇൻക്ലൂഡിംഗ് കീമോതെറാപ്പി, റേഡിയേഷൻ ആൻഡ് സ്റ്റിറോയിഡ്സ്. അതായത് സ്ഥിരമായിട്ട് മെഡിസിൻ എടുക്കുകയോ ട്രീറ്റ്മെന്റ് എടുക്കുകയോ ചെയ്യുന്നത് വഴി ഇമ്മ്യൂണിറ്റി കുറഞ്ഞു പോകുന്ന തരം മെഡിസിൻസ് കഴിക്കുന്നവർക്കും, അതുവഴിയല്ല ഇമ്മ്യൂണിറ്റി കുറഞ്ഞു നിൽക്കുന്ന തരം മെഡിസിൻസ് കഴിക്കുന്നവരാണ് ആര്? എസ്പെഷ്യലി ആരാണ് അങ്ങനെ കഴിക്കുന്നവർ? ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ പേഷ്യൻ്റൊക്കെ അവരവരുടെ ശരീരത്തിൻ്റെ തന്നെ ഇമ്മ്യൂണിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് കഴിക്കുന്നുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ ശരീരത്തിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് വെച്ചേക്കുന്നത് വേറൊരാളുടെ ഓർഗനാണ്. അപ്പോൾ നമ്മളുടെ ബോഡി തീർച്ചയായും എന്ത് ചെയ്യും? അതൊരു ഫോറിൻ ബോഡിയാണ്, ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഫോറിൻ ബോഡി ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ആ ഫോറിൻ ബോഡീനെ റിജക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യും? മെഡിസിൻസ് എങ്ങനത്തെ എടുക്കും? ഇമ്മ്യൂണോ സപ്രസന്റ് മെഡിസിൻസ് എടുക്കും, ഇമ്മ്യൂണിറ്റി കുറയ്ക്കുന്ന തരം മെഡിസിൻസ് എടുക്കും. അതുപോലെ ക്യാൻസർ പേഷ്യന്റ്, അവർക്ക് എന്താണ്? ഇമ്മ്യൂണിറ്റി ഓൾറെഡി കുറവായിരിക്കും. അവരുടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് തന്നെ അവർക്ക് ഇമ്മ്യൂണിറ്റി ഒക്കെ കുറഞ്ഞിട്ടായിരിക്കും ഇരിക്കുന്നത്. അവർക്ക് എത്രയും പെട്ടെന്ന് ഇൻഫെക്ഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ട്രോമ പേഷ്യൻറ്റിനാണെങ്കിൽ എസ്പെഷ്യലി അവരിൽ ആ ഇഞ്ചുറി ഉണ്ടാവാം. അതുപോലെ തന്നെ ആ ഇഞ്ചുറിക്ക് വേണ്ടി ട്രീറ്റ്മെന്റ് നടത്തുമ്പോഴും എന്ത് സംഭവിക്കാം? ഇത്രയും വലിയ ഇഞ്ചുറി ബോഡിയിലുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ ഈ മേൽപ്പറഞ്ഞ ഏജ് ഒരു ഫാക്ടറാണ്. സ്ഥിരമായിട്ടൊരു ഡിസീസ് ഹിസ്റ്ററി ഉള്ള ആൾക്കാർക്കാണെങ്കിൽ, അതുപോലെ മെഡിക്കേഷൻസ് എടുക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അതുപോലത്തെ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആൾക്കാർക്കോ, അതുപോലെ ട്രോമ പേഷ്യൻറ്റിനോ ഒക്കെ പെട്ടെന്ന് ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഹോസ്പിറ്റലുകളിൽ നമ്മളുടെ പേഷ്യൻ്റ് ആയിട്ടുള്ളത്. സോ നമ്മൾ ഓർക്കുക, നമ്മളുടെ കസ്റ്റമേഴ്സ്, ദാറ്റ് ഈസ് പേഷ്യൻസ് അല്ലെ, നമ്മളുടെ പേഷ്യൻസിന് എല്ലാവർക്കും എന്ത് കുറവായിരിക്കും? അവർക്ക് ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവരൊരു സസെപ്റ്റബിൾ ഹോസ്റ്റായിട്ട് മാറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ വരുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ബ്രേക്ക് ദ ചെയിൻ. നമ്മൾ ഈ പറയുന്ന 6 എലമെന്റ്സ് ഓർക്കുക. ഏതെല്ലാം മെത്തേഡിലൂടെ നമുക്ക് ഈ പറയുന്ന കോസേറ്റീവ് ഏജന്റിനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ ആ മെത്തേഡ്സ് എല്ലാം നമ്മൾ അഡോപ്റ്റ് ചെയ്യുക. അപ്പോൾ ഒരു CSSD പേഴ്സൺ, ആസ് എ CSSD പേഴ്സൺ നമ്മൾക്ക് ഈ ബ്രേക്ക് ദ ചെയിൻ എങ്ങനെ ചെയ്യാം? നമ്മൾ ഒരു പേഷ്യന്റ് ഉപയോഗിച്ച ഇൻസ്ട്രുമെന്റ് പ്രോപ്പറായിട്ട് ക്ലീനിങ്ങും സ്റ്റെറിലൈസേഷനും ചെയ്തിട്ട് അടുത്ത പേഷ്യന്റ് എത്തുകയാണെങ്കിൽ ഈ പറയുന്ന ചെയിന് നമുക്ക്, ഈ ഇൻഫെക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഈ ചെയിൻ നമുക്ക് ബ്രേക്ക് ചെയ്യാം. അതാണ് നമ്മളുടെ നമ്പർ 1 റെസ്പോൺസിബിലിറ്റി. അപ്പോൾ നമ്മൾ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ എന്താണെന്നും CSSD എന്നുള്ള നമ്മളുടെ ഈ ഏറ്റവും ഹാർട്ട് ഓഫ് ദ ഹോസ്പിറ്റലാണ് നമ്മളുടെ CSSD, നമ്മളുടെ റോൾ എന്താണെന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾക്ക് അതനുസരിച്ച് നമ്മളുടെ ജോലിയിൽ നമ്മൾക്ക് കൂടുതൽ ശ്രദ്ധാലുക്കളാവാം. നന്നായി നമ്മൾക്ക് ഓരോ നിമിഷവും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യുക, മൈക്രോബ്സിനെ കൺട്രോൾ ചെയ്യുക, അതിന്റെ ട്രാൻസ്മിഷൻ കൺട്രോൾ ചെയ്യുക എന്നുള്ള നമ്മളുടെ നമ്പർ 1 റെസ്പോൺസിബിലിറ്റി ഓർത്തുകൊണ്ട് നമ്മൾക്ക് നമ്മളുടെ ജോലി ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാം. താങ്ക് യു.